ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകപർദ്ദിനി ശൈലസുതേ. ദേവീ ശരണം അമ്മേ. മംഗല്യേ നിൻ പദാബ്ജം മനതളിരിൽ നിനച്ചെന്നുമേ കൈതൊഴാം ഞാൻ. തുംഗശ്രീയേരിടും നിൻ വദന സരസിജം കാണുമാറാകണം മേ. സംഘം നിൻ ഭക്തരോടായി വരണമതിനഹോ നീ കടാക്കിച്ചിടേണം. ഭംഗ്യാവന്നെന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 7-ാമത്തെ അധ്യായം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. ദേവേന്ദ്രന്റെ കൂടെ വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന മുനിമാർക്കും മനസ്സിൽ വളരെയധികം പാപഭാരമുണ്ടായി എന്നുള്ളതിനെയാണ് പറഞ്ഞു വന്നിരുന്നത്. സത്വമൂർത്തിയായ വിഷ്ണു പോലും പാപം ചെയ്തു. വജ്രായുധത്തിൽ കടന്നുകൂടി അദ്ദേഹം അവനെ വീഴ്ത്താൻ ദേവേന്ദ്രനെ സഹായിച്ചു. സ്വാർത്ഥ തൽപരന് പാപം ചെയ്യാനൊട്ടും ഭയമുണ്ടാകുകയില്ല. ദേവേന്ദ്രനോട് ചേർന്ന വിഷ്ണുവും ദുഷ്കൃതമാണ് ചെയ്തത്. പുരുഷാർത്ഥങ്ങളിൽ ഇനി രണ്ടേ ബാക്കിയുള്ളൂ, അതായത് അർത്ഥവും കാമവും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ധർമ്മവും മോക്ഷവും പോയിരിക്കണോ അല്ലെങ്കിൽ തീരെയില്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് വളരെയധികം ച്യുതികൾ സംഭവിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ ചതുർബല പുരുഷാർത്ഥങ്ങളിലെ ആദ്യത്തേതാണ് ധർമ്മം, അവസാനത്തേതാണ് മോക്ഷം. എന്തിനാ ആദ്യം ധർമ്മവും അവസാനം മോക്ഷവും പറഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുവിലുള്ള അർത്ഥത്തിനും കാമത്തിനും അത്ര പ്രസക്തിയില്ല. ജീവിതം ധർമ്മത്തോടുകൂടി ധാർമ്മികത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. എന്ത് പ്രവൃത്തിയും ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് ധാർമ്മികമായിട്ടുള്ള ആ പ്രവൃത്തിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മോക്ഷം എന്നുള്ളതായിരിക്കണം, മുക്തി എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് സനാതനധർമ്മത്തില് അർത്ഥവും കാമവും വാസ്തവത്തില് ഈ മോക്ഷത്തിന് കാരണമായിട്ടുള്ള വിരക്തിയെ ഉണ്ടാക്കുവാനായിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കുറച്ചർത്ഥവും കാമവും ആവാം. കുറച്ചർത്ഥം സമ്പാദിച്ച് ആ കാമങ്ങളെ, ഭോഗങ്ങളെ നേടിക്കൊണ്ട് ഈ കാമത്തിലും ഭോഗത്തിലും ഇത്രയേ ഉള്ളൂ എന്ന് വിരക്തിയുണ്ടായി അതിനെ ത്യജിച്ച് ആ മോക്ഷമാർഗത്തിലേക്ക് പോകണം. അപ്പോൾ ആത്യന്തികമായിട്ട് ധാർമ്മികമായിരിക്കണം, എത്തേണ്ടത് മോക്ഷത്തിലായിരിക്കണം. നടുവിലുള്ള കാമത്തിനും അർത്ഥത്തിനും അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, തുടക്കത്തിലും അവസാനത്തിലും വരുന്ന ധർമ്മത്തിനും മോക്ഷത്തിനുമാണ്. പക്ഷെ ഇന്ന് ഇത് രണ്ടിനും അത്രയധികം പ്രാധാന്യം നമ്മളുടെ ലോകത്തിൽ കാണാൻ കഴിയുന്നില്ല. അത് രണ്ടും തീരെ നശിച്ചിരിക്കുന്നു, പാടെ നശിച്ചിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു എന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയാവുന്നതുമല്ല. പക്ഷേ താരതമ്യേന വളരെ കുറവാണ് എന്നുള്ളത് സത്യമാണ്, നമുക്കറിയാവുന്നതാണ്. അർത്ഥവും കാമവുമാണ് ഇന്ന് ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇത് അസുരന്മാരുടെ പഠനക്രമമാണ്, സിലബസാണ്.
കൃതയുഗത്തിൽ ഹിരണ്യകശിപു ഉണ്ടാക്കിയ അർത്ഥം കാമം എന്ന ആ പഠന ക്രമം തന്നെയാണ് ഇന്ന് നമ്മളും ഈ കലിയുഗത്തിലും കൃതം, ത്രേതം, ദ്വാപരം എന്ന 3 യുഗങ്ങൾ കഴിഞ്ഞുവെങ്കിലും കലിയുഗത്തിൽ 5200 വർഷങ്ങൾ നമ്മൾ മുന്നിട്ടു എന്നുണ്ടെങ്കിലും ശാസ്ത്രാദികളിൽ വളരെയധികം പുരോഗമിച്ചു എന്നുണ്ടെങ്കിലും ഇന്നും ഈ അർത്ഥവും കാമവും തന്നെയാണ് അന്ന് ഹിരണ്യകശിപു കൊണ്ട് നടന്ന സിലബസ് തന്നെയാണ് നമ്മൾ ഇന്ന് കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ധർമ്മവും മോക്ഷവും എന്ന അത് രണ്ടും വളരെയധികം ക്ഷയിച്ചിരിക്കണു എന്ന് പറയുകയാണ്. അർത്ഥകാമങ്ങളാണ് ഏവർക്കും ഇപ്പോൾ സമ്മതവും പ്രിയവുമായിരിക്കുന്നത്. ധർമാർത്ഥങ്ങളെക്കുറിച്ചുള്ള വാഗ്വാദങ്ങളൊക്കെ മഹാന്മാർക്ക് ഡംഭം കൂട്ടാൻ മാത്രമുള്ളത് ആയി തീർന്നിരിക്കുന്നു. മഹർഷിമാര് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇതാ ആലോചിച്ചു. മനസ്സിൽ അവർക്ക് ദുഃഖമുണ്ടായി. എന്തു ചെയ്യാം? പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. ബുദ്ധിയുണ്ടെങ്കിലും ജ്ഞാനമുണ്ടെങ്കിലും വിവരമുണ്ടെങ്കിലും ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഹിംസാദി വൃത്തികൾക്ക്, അധർമാദി വൃത്തികൾക്ക്, അസത്യമായിട്ടുള്ള വൃത്തികൾക്ക്, വഞ്ചനകൾക്കെല്ലാം കൂട്ടുചേർന്ന് പോകുന്നു. എന്താപ്പതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാവുന്ന ഉത്തരം ഇത്രയേ ഉള്ളൂ: യോഗമായയുടെ മായാശക്തി തന്നെ എന്ന് വേണം പറയാൻ. കാരണം വേദശാസ്ത്ര പുരാണങ്ങളിലെല്ലാം നിപുണരായിരുന്ന ധർമ്മവും മോക്ഷവും ലക്ഷ്യമായിരിക്കുന്നതായിട്ടുള്ള പരമഹംസരായിട്ടുള്ള ഹിംസാദിവൃത്തികളെയെല്ലാം ഉപേക്ഷിച്ച് ദയ, കരുണ, തിദിക്ഷ മുതലായിട്ടുള്ള ഭാവങ്ങളെല്ലാം വളർത്തി ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്തിട്ടുള്ള ജ്ഞാനികൾ പോലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള വഞ്ചനകളിലും മറ്റും ചെന്ന് ചേരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അതിന് സഹായകമായി കൂട്ടായി ഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അതിന് പിന്നെ നമ്മൾ എന്താ കാരണം പറയാൻ കഴിയുക? അത് ആ യോഗമായ ശക്തിയുടെ, ആ കാലശക്തിയായിട്ടുള്ള മായയുടെ പ്രഭാവം തന്നെ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും തൻ്റെ പുത്രനെ ദേവേന്ദ്രൻ വധിച്ചു എന്ന വാർത്ത അറിഞ്ഞ ത്വഷ്ടാവ് ദുഃഖം സഹിക്കാനായില്ല, വിലപിച്ച് ഒരു വിരക്തനായി തീർന്നു. അദ്ദേഹം മകൻ വീണുകിടക്കുന്നിടത്തേക്ക് നേരെ ചെന്ന് അവനെ കണ്ടു. എന്നിട്ട് വിധിയാമണ്ണം അവൻ്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്തു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന്. അതെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് അദ്ദേഹം അവന് ഉദകം നൽകി. ഉദകക്രിയ, ഉദകം എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ജലം കൊണ്ടാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ക്രിയകളൊക്കെ, ശേഷക്രിയകളൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് മിത്രദ്രോഹിയും പാപിയുമായിട്ടുള്ള ഇന്ദ്രനെ ശപിച്ചു എന്നാണ് പറയണത്. എന്താ ഇന്ദ്രന് ത്വഷ്ടാവ് കൊടുത്ത ശാപം എന്നുണ്ടെങ്കിൽ, യഥാമേ നിഹത പുത്ര പ്രലോഭ്യ ശബധൈർഭൃശം തഥ ഇന്ദ്രോപി മഹദ്ദുഃഖം പ്രാപ്നോതി വിധി നിർമ്മിതം. ഇതാണ് കൊടുത്ത ശാപം. എപ്രകാരമാണോ എൻ്റെ പുത്രനെ ശപഥം ചെയ്ത് പ്രലോഭിപ്പിച്ച് വഞ്ചിച്ച് കൊന്നത്, അതുപോലെ ഇന്ദ്രനും വിധികൽപ്പിതമായ മഹാദുഃഖം അനുഭവിക്കാൻ ഇടവരട്ടെ എന്നുള്ള മഹാശാപം കൊടുത്തു. ഇങ്ങനെ ഇന്ദ്രനെ ശപിച്ചിട്ട് സംതപ്തനായിട്ടുള്ള ത്വഷ്ടാവ് മേരുപർവ്വതത്തിലെത്തി കഠിനമായിട്ടുള്ള തപസ്സിൽ മുഴുകി എന്നവിടെ പറയുകയാണ്. ഇന്ദ്രന് ഇതാ ത്വഷ്ടാവിൻ്റെ ശാപം കിട്ടി എന്നുള്ളതിനെ അവിടെ പറഞ്ഞു.
ആ ശാപത്തിൻ്റെ ഫലം എന്തായി എന്നുള്ളതിനെയൊക്കെ നമുക്കിനി തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ സമയം